അതുകൊണ്ടാണ് നമ്മൾ നഴ്സിംഗ് എടുത്തത് ഒട്ടും റിഗ്രറ്റ് ചെയ്തത്. ഇതിൽ ആദ്യം നമ്മൾ വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്തിനാണ് നഴ്സിംഗ് എടുത്തതെന്ന് ഓർത്തപ്പോൾ സാറ് വന്നിട്ട് നിങ്ങൾ എന്ത് ഫോട്ടോ എടുക്കുന്നതാണ് ഇങ്ങനെ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചുകൂടെ മേലെ ഇനി കണ്ടുപോയക്കരുത്. എന്നത് അനു അംബിക വ്ലോഗ്സ്. എന്തിനിങ്ങനെ വീഡിയോസ് ഇട്ട് വെറുപ്പിക്കുന്നത്? ഒത്തിരി ആൾക്കാർ സംശയമാണ് ഞങ്ങൾ പണിയൊന്നും ഇവിടെ ഇല്ല, ഞങ്ങൾ ചുമ്മാ വന്ന് വായി നോക്കിയിട്ട് പോകണമെന്നുള്ളത്. ചോദിക്കാനും പറയാനും ആരുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് നിങ്ങൾ കണ്ടോ? അംബിക വ്ലോഗ്സിൽ എന്താണ് പ്രശ്നം? നേഴ്സിംഗ് ഒരു എവർഗ്രീൻ കോഴ്സാണ്, അതുകൊണ്ട് ഒരിക്കലും ജോലി കിട്ടത്തില്ല എന്നുള്ള ഒരു പേടി വേണ്ട. അത് നേഹ തന്നെയാണ്. എല്ലാരും പറഞ്ഞ് നേഴ്സിംഗ് എടുത്താൽ വേഗം ജോലി പഠിക്കാൻ എനിക്ക് പറ്റത്തില്ല. BSc നഴ്സിംഗിന് ബോയ്സിന് സ്കോപ്പ് ഉണ്ടോ? പിന്നെ 6 വായിരിക്കുന്ന കേൾക്കാനുള്ള ധൈര്യം വേണം. ജിതുൽ കെവിയുടെ ക്വസ്റ്റ്യൻ, ആക്ച്വലി ഞങ്ങൾക്ക് ഇൻട്രോ ഇത് കൊടുക്കാറില്ല. എന്തായാലും വെൽക്കം ടു മെർലിൻ നെൽസൺ യൂട്യൂബ് ചാനൽ. എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ നഴ്സിങ്ങിനെ പറ്റി ഒത്തിരി പേര് ഡൗട്ട്, നമുക്ക് ഒത്തിരി കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളത് ഹോസ്പിറ്റലിലാണ്. ഈ എലിസബത്ത് അവിടെ ഇരിക്കുക. ഇത് എന്താ വെച്ചാൽ ഇവരെ നമ്മൾ പിടിച്ചിരുത്തിയെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഇവിടെ സൈഡിലായിട്ട് നമ്മൾ നേഹേനെ ഇരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പണിയൊന്നുമില്ല. പിന്നെ ഒത്തിരി ആൾക്കാർ സംശയമാണ് ഞങ്ങൾ പണിയൊന്നും ഇവിടെ ഇല്ല, ഞങ്ങൾ ചുമ്മാ വന്ന് വായി നോക്കിയിട്ട് പോകണമെന്നുള്ളത്. ശരിക്കും ഞങ്ങൾ പണിയൊക്കെ എടുക്കാറുണ്ട്. പിന്നെ വാർഡ് പേഷ്യൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കാറുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ആഫ്റ്റർനൂൺ വലിയ പണിയില്ല. പിന്നെ നമുക്കിവിടെ പേഷ്യൻസിന് കുറച്ച് മെഡിസിൻസ് ഒക്കെ കൊടുക്കാറുള്ളൂ. അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ പറഞ്ഞു ഇനി ഇവർ കുത്തിയിരിക്കാൻ വരുന്നതിന് അടുത്തത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറ. നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ ഓക്കെ ഒത്തിരി കമൻസ് വരുന്നുണ്ട്. ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ലോക്കിരിക്കുക. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ എന്തോ പഠിക്കുന്നതെന്നുള്ളതാണ്. BSc കുറേ പേര് ANM ആണോ GNM ആണോ വേറെ എന്തോ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. BSc നഴ്സിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. 4th year ആയി. അത് ഞങ്ങൾ 4th years ആണ്. ഞങ്ങൾക്ക് ഈ കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഡ്യൂട്ടി ആണ്. ഞങ്ങൾക്ക് 4 മാസത്തെ പോസ്റ്റിംഗ് ഉണ്ട്. പറ അങ്ങോട്ടെങ്കിൽ മോർണിംഗ്, ആഫ്റ്റർനൂൺ, നൈറ്റ് 12.5 മണിക്കൂറാണ്. ആഫ്റ്റർനൂൺ 6:30 മോർണിംഗ് 6.5 മണിക്കൂർ. പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് ഉണ്ട്, വീക്ക് ഓഫ് ഉണ്ട്. അത് സാലറി സ്റ്റൈഫണ്ട് ഉണ്ട്. അതെ, സ്റ്റൈഫണ്ട് ഉണ്ട്. 4000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? നമ്മൾ കർണാടകയിലുള്ള ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പഠിക്കുന്നത്. SJM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ചിത്രദുർഗ. ബാംഗ്ലൂരിൽ നിന്ന് വരും 4 മണിക്കൂർ വന്നാൽ മതി. മെഡിക്കൽ കോളേജാണ്, ബസവേശ്വര മെഡിക്കൽ കോളേജിന്റെ അണ്ടറിലുള്ള കോളേജാണ്. ഞങ്ങൾ 100 പേരുള്ള ബാച്ചാണ്. ഞങ്ങളുടെ ബാച്ചിൽ 30 മലയാളികളുണ്ട്. ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫുൾ മലയാളികളാണ്. പിന്നെ കർണാടകക്കാരൊന്നും ഇല്ല. ഞങ്ങളാണ് ഫസ്റ്റ് ബോയ്സ് വന്ന ബാച്ച് ഞങ്ങളുടെ ബാച്ചിലാണ്. ഇപ്പം പിന്നെ മൊത്തം ബോയ്സ് ആണ്. വേറെ ഞങ്ങളുടെ ജൂനിയേഴ്സ് 70-75 അത്ര മലയാളീസ് ഉണ്ട്. കുറച്ച് കന്നഡക്കാരേ ഉള്ളൂ ഇപ്പോൾ വന്നു. അതെ, ഞങ്ങളുടെ ഹോസ്റ്റലാണെങ്കിൽ ഇപ്പൊ ഒരു മലയാളി ഹോസ്റ്റലായിട്ടുണ്ട്. ആകെ എത്ര ഞങ്ങളുടെ വാർഡന് മലയാളിയാണ്. വാർഡൻ എവിടെ? കണ്ണൂര് അല്ലേ? കണ്ണൂരോ? കണ്ണൂര്. 10 പിന്നെ ബംഗാളികൾ ഉണ്ട്. അത് GNM ആണ് ബംഗാളികളൊക്കെ. പിന്നെ ഈ വർഷം തൊട്ട് മലയാളീസും GNM വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബോയ്സ് ഹോസ്റ്റല് കോളേജിന്റെ അകത്താണ്, കോളേജ് ക്യാമ്പസിൽ തന്നെയാണ്. ഗേൾസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അമൃത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചേച്ചി ഇവിടെ എവിടാ പഠിക്കുന്ന ഡീറ്റെയിൽ വീഡിയോ ഇടുമോ? ഹോസ്റ്റലിലെയും പിന്നെ പുറത്തേക്ക് വിടുമോ? എനിക്ക് അറിയത്തില്ല കേട്ടോ എന്താ പറഞ്ഞത്. പുറത്തേക്ക് വിടുമോ? ഓക്കെ. ലീവ് ഒക്കെ എങ്ങനെയാ, പിന്നെ ഫോൺ യൂസിങ് ടൈം അതൊക്കെ എങ്ങനെയാന്നൊക്കെ അതൊക്കെ ഇട്ടൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നത്. ഫോൺ യൂസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഹോസ്റ്റലില്. ഇത്രയും കാലം ഇല്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് ഒരു തെറ്റാണ്. ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെനാൽറ്റി അടയ്ക്കണം. പിന്നെ അതെ, പെനാൽറ്റി ഉണ്ട്. അങ്ങനെ കോളേജാണ്. ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ പോകണം. നമുക്ക് അറ്റൻഡൻസ് ഇല്ലെങ്കിൽ അറ്റൻഡൻസ് ഷോർട്ടേജിനൊക്കെ പെനാൽറ്റി ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കോളേജിലാണെങ്കിൽ നമുക്ക് സാർ പഠിപ്പിക്കാൻ വന്നില്ലെങ്കിൽ നമുക്ക് ഫോണൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഇല്ല. പിന്നെ ക്ലാസ് ടൈമിൽ ഫോൺ യൂസ് ചെയ്ത് തന്നെ ഉള്ളൂ, ഡ്യൂട്ടി ടൈമിൽ. പിന്നെ ഹോസ്റ്റൽ ലീവൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണത്തിന്, ക്രിസ്മസിന്, ഈസ്റ്റർ, വിഷു പൊതുവേ നമുക്ക് കിട്ടാറില്ല. എക്സാം ടൈം ഡിസംബർ ടൈമിലായിരിക്കും എക്സാം. അല്ലെങ്കിൽ സെമ്മാർക്കല്ല, ഞങ്ങൾ ഇയർ ആണ്. ഞങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സെം ബാച്ച് ആണ്. പിന്നെ ഞങ്ങളാണ് അവസാനത്തെ ഇയർ ബാച്ച്.
ബാക്കിയുള്ളവർക്ക് സെമ്മിന് മുമ്പുണ്ട്, സെമ്മ് സെം എക്സാം കഴിഞ്ഞ് സെം ബ്രേക്ക് ഉണ്ട് 2 വട്ടം. പിന്നെ അല്ലാതെ എക്സാമിന് മുമ്പേ സ്റ്റഡി ലീവ് ഉണ്ട്. അത് നിങ്ങൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പോകാം. നിങ്ങൾക്ക് എന്തെങ്കിലും അർജന്റായിട്ട് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ലീവൊക്കെ കിട്ടും. എമർജൻസി ലീവും സിക്ക് ലീവ് ഒക്കെ ഉണ്ട്. അങ്ങനെ ലീവ് അങ്ങനെ പിടിച്ചു വെക്കുന്ന കോളേജിലല്ല. എക്സാമിന്റെ സമയമാകുമ്പോൾ നമുക്ക് 80% അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ പെനാൽറ്റി അടിക്കേണ്ടി വരും. നിങ്ങൾക്ക് എത്ര വേണം വീട്ടിൽ പോകാം. നിങ്ങളുടെ കൈ കാശുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലീവ് എടുക്കാൻ പോകുമ്പോഴേ പറയും നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾ പൊക്കോന്ന് നമ്മളോട് പറയും. ലീവ് ആ പിടിച്ചു വെക്കുന്നത്. ചേച്ചി എനിക്കും BSc നഴ്സിംഗ് പഠിക്കാനാണ്, ലോണൊക്കെ എടുത്ത് പഠിക്കാനാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ കോളേജിൽ ചേരട്ടെ, നല്ലതല്ലേ, നന്നായി പഠിപ്പിക്കില്ലേ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നന്നായിട്ട് പഠിപ്പിക്കും. പിന്നെ ഫസ്റ്റ് ഇയർ മൊത്തം മെഡിക്കൽ കോളേജിലാണ്. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ, പിന്നെ ഫാർമക്കോളജി, പിന്നെ ഒരു വിഷയം പാത്തോളജി അതൊക്കെ മെഡിക്കൽ കോളേജ്. ഒരു വിഷയം കൂടെ ഉണ്ടായിരുന്നു, മൈക്രോബയോളജി. ഇത്ര വിഷയങ്ങൾ മെഡിക്കൽ കോളേജിൽ. അവിടെ നമ്മൾ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് അവരുടെ ലെക്ചർ ഹാളിൽ നമുക്ക് ഡോക്ടേഴ്സ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഡോക്ടേഴ്സ് അവരാണ് ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ നമ്മള് കോളേജിലാണെങ്കിലും എന്തുവാ നല്ല ലെക്ചേഴ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന പോലെയൊക്കെ ഇരിക്കും. നമ്മൾ ഉഴപ്പിയാ തീർന്നു. അതെ, അവര് പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെ അതെ പഠിക്കേണ്ടത്. അതെ, ഞങ്ങൾ എക്സാം ആകുമ്പോഴേ പഠിക്കാറുള്ളൂ. ജിതുൽ കെവിയുടെ ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. ചേച്ചി BSc നഴ്സിംഗിന് ബോയ്സിന് സ്കോപ്പ് ഉണ്ടോ? ചേച്ചി ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്? അതായത് ഞങ്ങൾ ക്ലാസ്സിലെ പോയി കേട്ടോ. ബോയ്സ് കർണാടക ബോയ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് 22 ബോയ്സ് ഉണ്ട്. മലയാളീസ് 6 പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ ജൂനിയർ ബാച്ചിൽ അത്യാവശ്യം ഒരു 10-20 ബോയ്സ് വെച്ചുണ്ട്. ബോയ്സിന് സ്കോപ്പ് ഉണ്ട്. കാരണം ഈ നേഴ്സിംഗ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് ഓൺ ദ സ്പോട്ട് നമുക്ക് ജോലി കിട്ടുക. നമുക്കൊരിക്കലും ജോലി നമുക്ക് ജോലിക്കേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യം വരത്തില്ല. ബാക്കിയുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ടോപ്പ് ആയിരിക്കണം അതിൻ്റെ അകത്ത്. ഇപ്പം അതായത് നേഴ്സിങ്ങിന് അങ്ങനെ ഒരു ഇതില്ല. നമ്മൾ ജസ്റ്റ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നമുക്ക് എല്ലായിടത്തും ജോലി കിട്ടും. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് എടുക്കുക, വെളിയിൽ പോവുക, സ്ക്രാപ്പ് നേഴ്സായിട്ട് കയറാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ആയിട്ട് കയറാം. എന്തായാലും വെളിയിൽ ജോലി കിട്ടുക. DHR എക്സാം എഴുതി കഴിഞ്ഞാൽ ദുബായ് പോകാം. അല്ലെങ്കിൽ നമുക്ക് യൂറോപ്പ് കൺട്രിയാണ് സെറ്റിൽ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂറോപ്പ് കൺട്രിയിലോട്ടോ. ഈ ഇടയ്ക്കായിട്ടാണ് ബോയ്സ് കൂടുതലായിട്ട് ഈ നേഴ്സിങ്ങിൽ വരുന്നത്. അപ്പം ബോയ്സിൻ്റെ വേക്കൻസി ഒരുപാടുണ്ട്. ഇപ്പോൾ നമുക്ക് മെയിൽ വാർഡിലൊക്കെ കൂടുതലും ബോയ്സിനെയല്ലേ വേണ്ടത്. പിന്നെ ഫ്രണ്ട് ഓഫീസ് കാര്യങ്ങൾ എല്ലാത്തിലും ബോയ്സിനാണ് ഇടുന്നത്. അപ്പം ബോയ്സിന് നല്ല സ്കോപ്പുണ്ട് നേഴ്സിങ്ങിൻ്റെ അകത്ത്. നേഴ്സിംഗ് ഒരു എവർഗ്രീൻ കോഴ്സാണ്. അതുകൊണ്ട് ഒരിക്കലും ജോലി കിട്ടത്തില്ല എന്നുള്ള ഒരു പേടി വേണ്ട. കാരണം ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെ പോയാലും ഒരു 100-150 നേഴ്സുമാർ വേണം. നേഴ്സുമാർ മാത്രം. ബാക്കി ആരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിലും നേഴ്സുമാരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ജോലി കിട്ടും. ഇത് നമ്മുടെ അടുത്ത് തന്നെ എത്രയോളം ഹോസ്പിറ്റലുണ്ട്. അങ്ങനത്തെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വപ്നാഷാറും ചോദിച്ചാണ്, ചേച്ചി ഒരു ലോങ് വീഡിയോ ചെയ്യുക അബൌട്ട് ദ റിയാലിറ്റി ഓഫ് നഴ്സിംഗ്, ഹോസ്റ്റൽ ലൈഫ്, കോളേജ് ലൈഫ്, സ്റ്റഡീസ് ആൻഡ് വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ്. ഇതിൽ ആദ്യം നമ്മൾ വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞപ്പോ എന്ത് ചെയ്ത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ എല്ലാരും പറഞ്ഞ് നേഴ്സിംഗ് എടുത്താൽ വേഗം ജോലി കുടുംബം രക്ഷപ്പെടും എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി പഠിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഒത്തിരി വർഷങ്ങൾ പഠിച്ച് സബ്ജക്ട് ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പിന്നെ 4 കൊല്ലം പഠിക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചു തീർത്ത് ജോലിക്ക് കയറാന്നുള്ള ഇതിലാണ് വന്നത്. പക്ഷേ കഷ്ടപ്പെടാൻ മനസ്സുള്ളവർ മാത്രമേ വരാവുള്ളൂ. പഠിക്കാനാണെങ്കിലും ആവശ്യത്തിന് കൂടുതൽ പഠിക്കാനുണ്ട്. എഴുതാനും പഠിക്കാനും. പിന്നെ ഹോസ്പിറ്റലിലെ പണിയാണെങ്കിൽ തന്നെ അറിയാമല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. പണിയും ചെയ്യാൻ മനസ്സ് വേണം. പിന്നെ 6 വായിരിക്കുന്ന കേൾക്കാനുള്ള ധൈര്യം വേണം. എന്തോരം തെറിവിളി കേട്ടാലും ഒന്നും തിരിച്ചു പറയാതെ താണ് കൊടുത്തത് കേട്ട് അത് ക്ഷമ പഠിക്കും. ശരിക്കും നമ്മുടെ കേരളത്തിലെ ടീച്ചേഴ്സിനെയോ എഡ്യൂക്കേഷൻ പോലെ ഒന്നും അല്ല ഇവിടെ. എല്ലാവർക്കും നമ്മൾ ഭയങ്കര റെസ്പെക്ട് കൊടുക്കണം. നന്നായിട്ട് റെസ്പെക്ട് കൊടുക്കണം. മേടിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ ഫീസ്. അപ്പൊ ഞങ്ങൾക്ക് 4 ലക്ഷം ലോൺ 4 ലക്ഷം ഞങ്ങൾക്ക് ലോൺ കിട്ടും. ഒരു വർഷം 1.20 വെച്ചല്ലേ, 1.30 വെച്ച് 1 കിട്ടത്തോളൂ. 30 നമ്മൾ അടയ്ക്കണം. ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 80, ബാക്കി 60 ഞങ്ങളുടെ ഹോസ്റ്റൽ ഫീ. ഈ കൊല്ലത്തെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാം കർണാടകയിലെ മറ്റൊരു എക്സാം, എന്തായിരുന്നു എക്സാമിന്റെ പേര്? കർണാടക CET
അങ്ങനെ KCET എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതിയവർക്കാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷമാണ്, അല്ലാത്തവർക്ക് 11 ലക്ഷമാണെന്നാണ് ഒരു വിശ്വാസം. എന്തായാലും അത്രയാകും. മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ആദ്യം എടുക്കുന്ന സീറ്റും പിന്നെ ലാസ്റ്റത്തേക്ക് വരുന്ന സീറ്റിനും ചേഞ്ച്. പിന്നെ നിങ്ങളുടെ ഏജൻസിയുടെ ഇതും കാണും. ഏജന്റിന്റെ അനുസരിച്ച് ഫീസും അവരുടെ ഫീസും പോകും. അതെ, നിങ്ങൾക്ക് കോളേജ് അഡ്മിഷൻ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അടുത്ത ഒരു കമന്റ് എന്ന് പറയുന്നത് എലിസബത്ത് KM ഇട്ട കമന്റാണ്. കഴിക്കുന്നത് മാത്രം കറക്റ്റ് സമയത്തോ? കഴിക്കുന്നത് മാത്രം കറക്റ്റ് സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് സമയത്തല്ല കഴിക്കുന്നത്, കാണിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ചെല്ലുമ്പോൾ 2-2:30 ഒക്കെ ആവും. 4 മണിയാവും കഴിച്ചു വരുമ്പോൾ 3 മണി കഴിയും. അതെ, രാത്രിയിലത്തെ നമ്മൾ കഴിക്കുമ്പോൾ 11 മണിയാകും. ഈ കമന്റ് ഇട്ടത് എലിസബത്ത് KM മമ്മിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം തരുന്നത് ഹോസ്പിറ്റലിലെ ജോലി എങ്ങനെയുണ്ടെന്നാണ്. ഹോസ്പിറ്റലിലെ ജോലി നല്ല രസമുണ്ട്, സൂപ്പറാണ്. സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ലാസ്റ്റ് ഇടാതെ കുഴപ്പമില്ല ഗൈസ്. അത്യാവശ്യം എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. എല്ലാ ജോലിക്കും നമ്മള് ഇതിനൊക്കെയുള്ള പ്രശ്നം കൊണ്ട് അതേപോലെ തന്നെ അനു അംബിക ബ്ലോഗ് ഇട്ടതാണ്. എന്തിനാ ഇങ്ങനെ വീഡിയോസ് ഇട്ട് വെറുപ്പിക്കുന്നത്? ഇത് ഞാൻ എന്താ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ വെറുപ്പിക്കാതെ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അത് വെറുപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ കാണരുത്. നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചുകൂടെ മേലെ ഇനി കണ്ടു വയ്ക്കരുത്. BSc നഴ്സിംഗ് പഠിക്കാൻ +2 എത്ര % മാർക്ക് വേണം? 55% മാർക്ക് വേണം. 55% മാർക്ക് ഉണ്ട്. ഈ പുറത്ത് കേരളത്തിനകത്ത് എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. 90% ഉള്ളവർക്ക് പോലും കിട്ടുന്നില്ല. പിന്നെ പുറത്ത് നമ്മൾ എടുക്കുന്ന സീറ്റ് മാനേജ്മെന്റ് സീറ്റാണ്. പൈസ കൊടുത്തല്ലേ എടുത്തത്? അല്ല, ജയിച്ചാൽ പോരാ, 50% മാർക്ക് വേണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേഴ്സിംഗ് പഠിക്കാൻ പറ്റത്തില്ല. അടുത്തെന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇരിക്കുന്ന കമന്റ് ഇടാറുണ്ട്, സാറ് വന്നിട്ട് നിങ്ങൾ എന്ത് ഫോട്ടോ എടുക്കുന്നതെന്നാ. സാറ് വന്നിട്ട് നമ്മൾ എടുക്കുന്നത്, സാർ ഇങ്ങനെ നിന്ന് നമ്മൾ പിടിച്ച് സെൽഫി എടുത്ത് ഗ്രൂപ്പിൽ, അതായത് നൈറ്റ് ഷിഫ്റ്റിന് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമുക്ക് അലോട്ട് ചെയ്തേക്കുന്ന വാർഡിൽ നമ്മളുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഫോട്ടോ ആണ് അത്. അത് ജസ്റ്റ് ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. നമ്മളവിടെ ഉണ്ടെന്നുള്ളൊരു നമുക്ക് മാത്രമല്ല അത് നഴ്സുമാർക്കും ഒക്കെ എടുക്കാൻ വരുന്നതാണ് ഫോട്ടോസ്. അത് നമ്മള് ചുമ്മാ ഷോയ്ക്ക് എടുക്കുന്ന ഫോട്ടോ അല്ല, നമ്മൾ ഉള്ളെന്നുള്ള തെളിവാണ് ആ ഫോട്ടോസ്. ഹോസ്പിറ്റൽ സൂപ്പർ. എനിക്ക് ആ ഹോസ്പിറ്റൽ മൊത്തത്തിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ എന്നെ ഇങ്ങനെ പിടിച്ച് അങ്ങും ഇങ്ങനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ചോദിക്കാനും പറയാനും ആരുമില്ല. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് നിങ്ങൾ കണ്ടോ. അത് വിട്ടത് അനു അംബിക ബ്ലോഗ്സ്. അംബിക ബ്ലോഗ്സിന് എന്താണ് പ്രശ്നം? ഭാഗ്യത്തിന് രോഗികൾ ഇവിടെ നല്ലോണം രോഗികളുണ്ട്. ചില വാർഡി മാത്രമേ ഉള്ളൂ പേഷ്യൻസ് ഇല്ലാത്തത്. ഞാനല്ല ഇപ്പൊ പറഞ്ഞാല് ഇവിടെ കണ്ണിന്റെ ഓപ്പറേഷൻ ഉള്ള ഒരു ദിവസമുണ്ട്. അതിന്റെ 3 ദിവസം മുന്നേ മാത്രമേ ഇവിടെ പേഷ്യൻസ് ഉള്ളൂ. പിന്നെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിനൊന്നും ഇവിടെ ഞാൻ പിന്നെ രോഗികളെ ഒന്നും ഞാൻ പിടിച്ച് വീഡിയോക്കകത്ത് ഇടുന്നില്ലെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ രോഗികൾ ഇല്ലെന്നാണോ? ഹോസ്പിറ്റൽ എപ്പോഴും അല്ല, ഹോസ്പിറ്റൽ അടിപൊളി. ആ ഹോസ്പിറ്റൽ അടിപൊളിയാ കേട്ടോ. അടുത്ത ചോദ്യം അഞ്ജു ജോൺ ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, കെയർ പ്ലാൻ, കേസ് സ്റ്റഡി, കേസ് പ്രസന്റേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇതൊന്നുമില്ല. ഇതെല്ലാം ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് പോസ്റ്റിംഗ് ആണ്, ഇന്റേൺഷിപ്പ് ഡ്യൂട്ടിയാണ്. ഈ 4 മാസം കഴിഞ്ഞ് ക്ലാസ് ഇല്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങും. അപ്പൊ കെയർ പ്ലാനും വരും, കേസ് സ്റ്റഡിയും വരും, കേസ് പ്രസന്റേഷനും, ഹെൽത്ത് എഡ്യൂക്കേഷനും, ഇതെല്ലാം. അതാ അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ മറ്റേ നമ്മുടെ ഹെൽത്ത് ഡോക്ക് ഒക്കെ എഴുതുന്ന വീഡിയോസ് ഒക്കെ ഇട്ടെടുത്തു. പിന്നെ അടുത്ത ഇതെന്ന് പറയുന്നത് ചേച്ചി നഴ്സിംഗിൽ എന്താണ് ഇഷ്ടമില്ലാത്തത്? പട്ടിപ്പണി. എല്ലാരും പറയുന്നത് കേൾക്കാൻ നല്ല പണിയാണത്. അതെ അതെന്ത് പണി എന്ന് പറഞ്ഞ ഇമ്മാതിരി ഹോസ്പിറ്റലിലാണെങ്കിൽ പട്ടിപ്പണി, കോളേജിലാണ് എഴുത് പഠിക്കാനാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ജയിക്കുമ്പോ ഗൈസ് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വരുമ്പോ ഉള്ളൊരു മൊമെന്റ്. പക്ഷെ ടെൻഷനാണ്. അത് ഭയങ്കര ടെൻഷനാ. ഇത് നമ്മള് വാർത്തയിൽ ഞങ്ങളുടെ എല്ലാ എക്സാം ടൈമും ഭയങ്കര തണുപ്പായിരിക്കും. ആ തണുപ്പത്ത് ഞങ്ങൾ ഇത് പഠിക്കുന്നത്. ഇപ്പൊ ജൂനിയേഴ്സിന്റെ എക്സാം ഈ മഴക്കാലത്ത് ഇപ്പൊ ഇവർക്ക് സെം എക്സാമാ അല്ലേ? ഞങ്ങളെ വെച്ച് നോക്കുമ്പോ സെമ്മിന് സുഖമായി. ഇനിയിപ്പോ നിങ്ങൾക്കൊക്കെ സെമ്മായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും പഠിക്കാനില്ല. ഒരുമിച്ച് 5-6 സബ്ജക്ട് പഠിക്കണം. നിങ്ങൾക്ക് 2 സബ്ജക്ട് വെച്ച് പഠിക്കും. ഇനി അത് പാടാണോ ഞങ്ങൾക്ക് അറിയത്തില്ല. അതിന് ഞങ്ങൾക്ക് നോക്കുമ്പോ അത് എളുപ്പമാണ്. 7 സെമ്മും 8ാമത്തെ സെമ്മും ഇന്റേൺഷിപ്പ്. അതുകൊണ്ട് 7 സെമ്മ് പഠിച്ചാൽ അതെ. ലാസ്റ്റിലത്തെ 6 മാസം നിങ്ങൾക്ക് ഡ്യൂട്ടി ആയിരിക്കും, ഇന്റേൺഷിപ്പ് ഡ്യൂട്ടി. സെമ്മാപാടെന്നാണ് ഇവിടെ ആ സെമ്മാപാടെന്ന് സെമ്മുകാർ പറയുന്നു. നമുക്ക് നോക്കുമ്പോ അത് സെമ്മ എളുപ്പമായിട്ട് തോന്നും. ഞങ്ങളുടെ ഇയർ ആണ്. കാരണം എല്ലാവർക്കും അതായത് പാടായിട്ട് ആയിരിക്കുമല്ലോ. ഗൈസ്, എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇയർ ആണ് എളുപ്പം, അല്ല സോറി ഇയർ ആണ് പാടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതെ, ഞങ്ങൾക്ക് എന്തായാലും ഇയർ പാടാതാണ് തോന്നുന്നത്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സെമ്മിനൊന്നും അധികം സപ്ലി ഇല്ല, സപ്ലിക്കാരൊക്കെ കുറവാ. അതെ, പക്ഷെ ഇയർ എന്തോ സപ്ലിക്കാരാ. ഞങ്ങൾക്ക് ഇയർ ബാക്കും ആവാൻ ഭയങ്കര ഇതാണ്. അതെ, ഭയങ്കര പ്രശ്നമാണ്.
അതെ, ഞാൻ ഓൾറെഡി കോളേജിനെ പറ്റി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അഡ്മിഷന് വേണ്ടിയുള്ള നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതിൽ ഞാൻ പറഞ്ഞുതരാം എന്നാന്ന് വെച്ചാൽ. എന്നെക്കൊണ്ട് എനിക്കറിയാതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടുത്തെ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല ഫുഡാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെജിറ്റേറിയൻ ഫുഡാണ് മൊത്തം. അതാണ് വെജിറ്റേറിയൻ. നോൺ വെജ് ഇല്ല. ഒരു ദിവസം മുട്ടയും പഴവും കിട്ടും. മുട്ടയും പഴം കിട്ടും. ആഴ്ചയിൽ 3 ദിവസമാണോ 4 ദിവസമാണോ സ്നാക്സ് കിട്ടുന്നത്? 3 ദിവസം സ്നാക്സ് ഉണ്ട്. വെള്ളി അതില് ബുധൻ നമുക്ക് ബേക്കറിന്നായിരിക്കും, തിങ്കൾ വെള്ളി നമുക്ക് ഹോസ്റ്റൽ. ഇടയ്ക്ക് നമുക്ക് പുട്ട് കിട്ടും, പുട്ടും കടലയും കിട്ടും, പിന്നെ പപ്സ്, ഇടയ്ക്ക് പിന്നെ എന്താ പൊരി. അടയൊക്കെ തന്നെ. അടയൊക്കെ ഞങ്ങൾക്ക് മലയാളി പാടുള്ളതുകൊണ്ട് ഇപ്പൊ മലയാളി ഫുഡൊക്കെ തന്നെ. അടയൊക്കെ തന്നെ, ചൂടട, ഉണ്ണിയപ്പ അട, പുട്ട്, പപ്സ്, വാട്ടർ മിലൺ, സുഗീന്, പിന്നെ മറ്റേ പൊരി വറുത്തത്, അങ്ങനത്തെ. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും. പിന്നെ ഞായറാഴ്ച ഞങ്ങൾക്ക് പായസം ഉണ്ട്. അതിൻ്റെ അടുത്ത് എന്തെങ്കിലും മൈസൂർ പാക്കോ എല്ലാ സൺഡേ സ്വീറ്റ്സ് കാണും. രാവിലത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. രാവിലെ ദോശ കിട്ടും, ഇഡലി കിട്ടും. പിന്നെ ഒരു ദിവസം മൊത്തം ബ്രെഡ് ചാമ്പ, പൂരി, ദോശ, ഇഡലി, പൂരി. അങ്ങനെയാന്ന് വെച്ചാൽ തിങ്കളാഴ്ച നമുക്ക് ബ്രെഡ്, ചൊവ്വാഴ്ച പൂരി, ബുധനാഴ്ച ദോശ, വ്യാഴാഴ്ച ഇഡലി, വട, വെള്ളിയാഴ്ച അപ്പം കടലക്കറി, ശനിയാഴ്ച വീണ്ടും ഇഡലി. പക്ഷെ വടയില്ല. ഞായറാഴ്ച ദോശ, മസാല ദോശ. ഫുഡൊക്കെ രാവിലത്തെ ഫുഡൊക്കെ ഓക്കെയാണ്. ഉച്ചക്കത്തെ ഫുഡ് ഓക്കെയാണ്. രാത്രിയിലാണ് ചപ്പാത്തി നമുക്ക് 2 times ചപ്പാത്തി. അതെ, മുട്ടയുണ്ട്. കേരള റൈസ് ഉണ്ട്. കേരള റൈസ് ഉണ്ട്, കേരള അരി ഉണ്ട്, കർണാടകയിലെ പച്ചരി ഉണ്ട്. ഏത് വേണമെങ്കിലും. ഗൈസ്, ഇപ്പൊ നമുക്ക് പുതിയ മാസത്തിൽ 2 വട്ടം നമുക്ക് പൊറോട്ടയും മുട്ടക്കറി ആക്കി. പനീറായിരുന്നു ഞങ്ങൾക്ക് ആദ്യം തന്നിരുന്നത്. ഇപ്പൊ മുട്ടക്കറി ആക്കി. മുട്ടക്കറി. പിന്നെ ഇടയ്ക്ക് ഒക്കെ ആലിപ്പൊറോട്ട വരും മാസത്തിൽ 2 ദിവസം. പിന്നെ വേറൊരു സാധനം എടുക്കും. വേറൊരു മറ്റേ നമ്മള് പരത്തപ്പത്ത് നമ്മൾ വീട്ടിലുണ്ടായിരുന്ന പരത്തപ്പ ഒറോട്ടിയും കണ്ടോ? ആ സാധനം ചേച്ചി, ഹോസ്റ്റലിലെ ഔട്ടിംഗ് ടൈം ഒക്കെ. ഹോസ്റ്റൽ ഔട്ടിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞായറാഴ്ച മാത്രമേ ഔട്ടിംഗ് ഉള്ളൂ. 6 മണിക്കൂർ ഔട്ടിംഗ് ഉണ്ട്. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ വാടനെ വിളിച്ചു നോക്കിയാൽ അവിടെ എഴുതി വെച്ചിട്ട് പോയാൽ മതി. അത് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ കയ്യിലനുസരിച്ച്. അതെ, നമ്മൾ എന്തെങ്കിലും തോന്നിയ കാണിക്കുകയാണെങ്കിൽ ഔട്ടിംഗ് കട്ട് ചെയ്യും. നമുക്ക് ഇപ്പൊ ഞായറാഴ്ച ഒന്നും പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഞായറാഴ്ച ലീവ് അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾക്ക് ഇപ്പൊ എനിക്കാണെങ്കിൽ എനിക്ക് ഓഫ് വെള്ളിയാഴ്ച. അതിനൊക്കെ എന്നാടി ഞങ്ങൾക്ക് ഓരോ ദിവസം. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓരോ ദിവസം. അപ്പൊ നമ്മുടെ റൂമിൽ ഇപ്പൊ ഇന്റേൺഷിപ്പ് ആയിട്ട് നമ്മുടെ റൂമിൽ 5 പേരുണ്ട്. 5 പേർക്ക് 5 ഷിഫ്റ്റ് ആയിരിക്കും. 5 പേർക്ക് 5 ഷിഫ്റ്റും ആയിരിക്കും. 5 പേർക്ക് 5. അതെ, പക്ഷെ ഈ അടുത്തിടയ്ക്ക് ഞങ്ങളെല്ലാം ഒന്നിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ലീവ് എടുത്തു. അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റൈഫൻഡും കട്ടാവും. അതെ, സ്റ്റൈഫൻഡും കട്ടാവും. ഒരു ദിവസത്തേക്കിന് ഇത്ര 133.333 രൂപ ഉണ്ട്. അത് നമുക്ക് കട്ടാവുന്നതായിരിക്കും. ഞങ്ങൾ ഡ്യൂട്ടി ടൈമിൽ വാർഡ് മാറി നിന്നാലോ ഞങ്ങള് സിസ്റ്റർ പറയുന്ന കേൾക്കാനോ ജോലി ചെയ്യാതെ ഞങ്ങൾക്ക് പെനാൽറ്റി ഉണ്ട്, നല്ല പണിഷ്മെന്റ് ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മള് സിസ്റ്റർമാർ എന്നാ പറഞ്ഞാലും അത് കേട്ടങ്ങ് നിന്നോണം. കാരണം ക്ഷമ വേണം. നമ്മൾ ഒരു വാർഡിൽ 2 സ്റ്റുഡൻസിനെ ആയിരിക്കും അലോട്ട് ചെയ്തേക്കുന്നത്. ചിലപ്പം RSU ഒക്കെ 1ഉം 2ഉം ഉണ്ട്. അപ്പൊ നമ്മള് ചില വാർഡൊക്കെ 2 ഇതായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരാളവിടെയും പറയുന്ന പോലെ അതുകൊണ്ടാണ് നമ്മൾ നഴ്സിംഗ് എടുത്തത് റിഗ്രറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ എണീക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്തത്. എന്തിനാണ് നഴ്സിംഗ് എടുത്തതെന്ന് ഓർത്ത്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ പിന്നെ ഒടുക്കത്തെ റിഗ്രഷൻ. ഈ വർഷമാണെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പം 6 മാസം ഈ ഇന്റേൺഷിപ്പും ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇനി ക്ലാസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി ഒന്നേന്ന് അത് പഠിച്ചു തുടങ്ങണം. ഞങ്ങൾക്ക് കെയർ പ്ലാൻ, അസൈൻമെന്റ്സ്, കേസ് പ്രസന്റേഷൻ, റിസർച്ച് എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഞങ്ങള്. അതെ, തുടങ്ങിയിട്ടില്ല ക്ലാസ് ഒന്നും. അതാണ് എല്ലായിടത്തും പഠിപ്പിച്ച് പോർഷനൊക്കെ തീരാറായി. പക്ഷെ ഇവിടെ പക്ഷെ നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ എല്ലായിടത്തും ഈ സ്റ്റൈഫണ്ട് ഉണ്ട്. ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് വേറെ എവിടെയൊക്കെ ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതെ, പക്ഷെ ഇത് വെച്ചോണ്ടുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പണിയും നമ്മൾ പഠിച്ചു. നമ്മൾ ഇനി ചെയ്യാത്തായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാം നമുക്ക് എല്ലാം അത്യാവശ്യം എല്ലാം നന്നായിട്ട് അറിയാം. പിന്നെ അറിയാത്തായിട്ടൊന്നും ഇല്ലല്ലേ. പിന്നെ എന്തെങ്കിലും പഠിച്ചത് അറിയാത്തായിട്ട് നമുക്ക് OT ഉണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ടതൊക്കെ നമുക്കറിയാം. പിന്നെ അറിയാത്ത പണിയൊക്കെ കാണും. എന്നാലും ഒരു നഴ്സിംഗ് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പള്ളിയുണ്ട്, അമ്പലമുണ്ട്, പള്ളിയുണ്ട്, മോസ്കോ ഒക്കെ ഉണ്ട്, മോസ്കോ ചർച്ച് ഉണ്ട്. നമുക്ക് അവിടെ എല്ലാ സൺഡേയും പോവാം. അവിടെ തീസിസ് ചെയ്ത് നമ്മുടെ ഹോസ്റ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആൾക്കാരൊക്കെ തന്നെയാണ്. എല്ലാം ഉണ്ട്. 9 മണി അല്ലെ 9:30 എല്ലാ സൺഡേയും മാസം ഉണ്ട്.
നമുക്ക് അതിന്റെ ഗ്രൂപ്പൊക്കെ ഉണ്ട്, നമുക്ക് വരുമ്പോൾ അവർ പറഞ്ഞൊക്കെ തരും എപ്പോഴാണ് ടൈമിങ്ങും എല്ലാം. എല്ലാം മലയാളീസ് തന്നെയാണ്, അച്ഛന്മാരും മലയാളീസാണ്, എല്ലാവരും മലയാളീസ് ഒക്കെ തന്നെയാണ്. നമ്മുടെ RC ആണ് ഇവിടെ. RC കുർബാനയാണ് കേട്ടോ. ബാക്കി ഓർത്തഡോക്സ് മർത്തമ എല്ലാ ലാറ്റിനും എല്ലാവരും പള്ളിയിൽ തന്നെയാണ് പോകുന്നത്. ഇവിടുത്തെ ആൾക്കാരും വരാറുണ്ട്, നമ്മൾ സ്റ്റുഡൻസും ഉണ്ട്. അമ്പലത്തിൽ പോണവർക്ക് അമ്പലത്തിൽ പോയാൽ നമ്മുടെ ഹോസ്റ്റലിൽ തൊട്ട് ഓപ്പോസിറ്റ് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് സൈഡിലോട്ട് എല്ലാം അമ്പലമാണ്. ചുറ്റപ്പെട്ട ഒരു ഹോസ്റ്റലാണ് നമ്മുടെ. അത് പിന്നെ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഔട്ടിങ് കിട്ടുന്നുള്ള വിഷമമുണ്ട്. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ വാടക നമുക്ക് പെർമിഷൻ തരും. നമ്മുടെ റീസൺ ജെനുവിൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മള് എന്തെങ്കിലും കള്ളത്തരമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ അതേപോലെ പണിയും കിട്ടും, വീട്ടിൽ വിളിക്കും കേട്ടോ. അതുകൊണ്ട് ഉടായ്പൊന്നും കാണിക്കാൻ ആരും വിചാരിക്കണ്ട. എന്തുടായ്പ കാണിച്ചാലും അപ്പൊ വീട്ടിൽ അറിയും അതെ, അപ്പൊ വാടന അറിയും എങ്ങനെയാണേലും അതുകൊണ്ട് ആരും ഉടായ്പൊന്നും കാണിക്കാൻ പറ്റും. അതെ, നമുക്ക് പിന്നെ പേരൻസിന്റെ ഗ്രൂപ്പ് ഉണ്ട്. നമ്മളിവിടെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ഞങ്ങൾ ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്തിടണം. നമ്മുടെ പേരൻസും വാർഡനും അത് കാണും. നമ്മുടെ പേരൻസും വാർഡനും അതെല്ലാ ബാച്ചിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഔട്ടിങ്ങിൽ പുറത്തു പോവാണെങ്കിലും ഇപ്പൊ ഞങ്ങൾ വരുന്ന ടൈമിങ് പോകുന്നതും വരുന്നതും ഒക്കെ ഫോട്ടോ എടുത്തിടണം നമ്മുടെ ഗ്രൂപ്പില്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ ഉറങ്ങാൻ, തോന്നുമ്പോൾ എണ്ണിക്കുക, അങ്ങനെ പഠിക്കണമെങ്കിൽ പഠിക്കാം, പഠിക്കണമെങ്കിൽ പഠിക്കാം. സ്റ്റഡി അവർ നേരത്തെ ഞാൻ കൊണ്ടായിരുന്നു, ഇനിയിപ്പം വരുമോ ഹോസ്റ്റലിൽ നമുക്ക് 2 മാം ഉണ്ട്, ഞങ്ങളെ കോളേജിൽ പഠിപ്പിക്കുന്ന 2. അതെ, അവര് ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നത്. അവരൊക്കെ നമ്മുടെ കാര്യം ചോദിക്കൊന്നും അങ്ങനൊന്നും ഇല്ല. നമുക്ക് അത് ഞങ്ങളെ ചോദിക്കത്തില്ല. അതെ, നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പോയി അവരോട് ചോദിക്കാം, പറയുന്നതായിരിക്കും. നമ്മള് കേരളത്തിൽ നിന്ന് ഞങ്ങൾ ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂര് അങ്ങനെയുള്ള ഞങ്ങൾ എല്ലാവരും ട്രെയിനായിരിക്കും. ട്രിവാൻഡ്രം അവരൊക്കെ അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാവരും ഒരു കോഴിക്കോട് വഴി മുതൽ മൈസൂർ വരെയാണ് വരുന്നത്. അവര് ബസ്സിന് അവർക്ക് ഒരു ദിവസത്തിനുള്ളിൽ എത്താൻ പറ്റും, രാവിലെ വീട്ടിൽ എത്താൻ പറ്റും. നമുക്ക് പക്ഷെ അങ്ങനെയല്ല. ഞങ്ങൾ ബാംഗ്ലൂർ വന്ന് ഇറങ്ങിയിട്ട് അവിടെ ത്രൂ ഔട്ട് ഏത് ടൈം ഇങ്ങോട്ട് ബസ് ഞങ്ങളെല്ലാവരും 4 മണിക്കൂർ എടുത്ത് മുമ്പിൽ ഇറങ്ങണേ, ഹോസ്റ്റലിന് മുമ്പിൽ ഇറങ്ങാം. സ്റ്റാൻഡിൽ പോകണമെങ്കിൽ സ്റ്റാൻഡിൽ ഇറങ്ങാം. അങ്ങോട്ട് 3 ട്രെയിനല്ലേ ഉള്ളത്? പിന്നെ കഴിച്ച് ഇവിടുന്ന് ദാവങ്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇവിടുന്ന് ഇച്ചിരി പോയാൽ മതി. പിന്നെ അവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ഒരു ദിവസം. ഒരു ദിവസം ആഴ്ച ഒരു ദിവസം. അതിനാണെങ്കിൽ നമുക്ക് പോകാം. ബുധനോ വ്യാഴോ അങ്ങനെയാണ്. അത് നമുക്ക് കൺഫ്യൂഷൻ ആണ്, കാരണം അങ്ങോട്ട് പോകുന്നതാണ് ഇങ്ങോട്ട് വരുന്നതാണ് ഡൗട്ട് ഉണ്ട്. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാൽ നേരിട്ട് പോകാം. ഞങ്ങൾ അതിന് സാധാരണ പോകാറില്ല, ഞങ്ങൾ ബാംഗ്ലൂർ വഴിയാണ് പോകാറുള്ളത്. കിട്ടാറില്ല, കാരണം ബുധനോ വ്യാഴം അങ്ങനെ മാത്രമേ. പിന്നെ നിങ്ങൾക്ക് ഇന്റർസിറ്റിക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ വീട്ടിൽ എത്താൻ പറ്റും. രാത്രി ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വെളുപ്പിനെ 5:30 രാത്രി ഇറങ്ങി പിറ്റേന്ന് രാത്രിയിലെ വീട്ടിലെത്തത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ശരിക്കും ബസ്സിന് പോകുന്നതിന് നല്ല ട്രെയിനാണ്. പക്ഷെ ട്രെയിൻ ഇല്ലാത്ത സമയത്ത് ബസ്സിന് പോകുന്നതായിരിക്കും നല്ലത്. ലോക്കലിന് ഇടിച്ചു തള്ളി പോകുന്നതിന് നല്ലത് മാക്സിമം കയറായിരിക്കും. ഇപ്പൊ ഭയങ്കര തിക്കാണ്. അല്ലെങ്കിലും നമുക്ക് ഇത്ര ലോങ് ഒന്നും ലോക്കലിൽ ഇരുന്ന് വരുന്ന ഭയങ്കര പാടാണ്. പക്ഷെ ഞങ്ങളെപ്പോഴും ലോക്കലിലാണ് പോകാറുള്ളത്. ഞങ്ങൾ ലോക്കലിലാണ് വരാറ്. ഇഷ്ടമുണ്ടായിട്ട് പോകുന്നതല്ലേ ഗതികേട്. ശരിക്കും ബസ്സിൽ പോകുന്നതാണെങ്കിൽ ഏറ്റവും സുഖം. നമുക്ക് എപ്പോഴും ടിക്കറ്റ് കിട്ടാറില്ല. പിന്നെ നേരത്തെ ഈയിടെയായിട്ട് തൽക്കാലൊക്കെ എടുത്താണ് വരുന്നത്. അതെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇത്രയുള്ള നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിൽ ഈ വീഡിയോ ഇടയിൽ വന്ന് കമൻറ്റ് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അത്. ഓക്കെ ബൈ ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് അതിപ്പോൾ പറഞ്ഞില്ലേ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാണുന്ന എല്ലാവരും. ഞങ്ങൾ ഇനി എല്ലാവരും ഞങ്ങൾ വാടി പോവാണ്. അതെ, അത് ഞങ്ങൾക്ക് ഇനി എത്ര മണിയായി? 4 മണിയായി. 4 മണി. ഇനി നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഞങ്ങൾ പണിയില്ലാതെ ഇവിടെ ഇരിക്കാന്ന് ആരും വിചാരിക്കുക. ഞങ്ങൾ അത്യാവശ്യം നല്ല പണിയൊക്കെ എടുക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ പണി എടുക്കാത്ത സമയത്ത് മാത്രം. പിന്നെ പണി ഞങ്ങൾ അടുത്തടുത്ത വാർഡായിട്ട് ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ഇപ്പം എനിക്ക് പിടിച്ചിടാൻ പറ്റത്തില്ല. ഞാൻ ചിലത് പണിയെടുക്കുന്നത് ഞാൻ ഇടുന്നുണ്ട്, പക്ഷെ എനിക്ക് എപ്പോഴും ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പറ്റുമ്പോഴൊക്കെയാണ് ഞാൻ വീഡിയോ പിടിച്ചിടുന്നത്. റൗണ്ട്സിനും വരും. അതെ, പണിയില്ലാതെ നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.